നിന്ന് കിട്ടിയ ഉത്തരവിന്റെ കാര്യമാണല്ലോ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് കിട്ടിയ സർക്കുലറിന്റെ കാര്യമാണല്ലോ. ആ സർക്കുലർ ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഉയർത്തിക്കാട്ടിയിരുന്നു. അതായത് കേന്ദ്ര സർക്കാർ പറഞ്ഞതുകൊണ്ടാണ് 144 പ്രഖ്യാപിച്ചത്. കേന്ദ്ര സർക്കാരും ആ നിലപാട് ആണ് എടുത്തിരുന്നത്. അതുകൊണ്ടാണ് 144 പ്രഖ്യാപിക്കേണ്ട സാഹചര്യം ഉണ്ടായത് എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. പക്ഷേ ഇതിൽ സംശയം ഉയരുകയാണ്. കേന്ദ്ര സർക്കാർ അങ്ങനെയാണോ പറഞ്ഞതെന്ന്? മുഖ്യമന്ത്രി ഏതാനും വാക്കുകൾ മാത്രം, ഒരു വാചകം മാത്രമാണ് ആ സർക്കുലറിൽ ഉദ്ധരിച്ച് പറഞ്ഞിരുന്നത്. പക്ഷേ ആ സർക്കുലർ പരിശോധിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു 144 പ്രഖ്യാപിക്കുക എന്ന ഒരു നിർദ്ദേശമൊന്നും കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടുമില്ല. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇക്കാര്യത്തിൽ അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് പൂർണ്ണമായിട്ടും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ലല്ലോ. ഏറ്റവും അവസാനം ജോസഫ് വാഴക്കൻ ആ വിഷയത്തിലേക്ക് വന്നതുകൊണ്ടാണ്, ശബരിമലയിൽ ഇത്തരമൊരു നിരോധനാജ്ഞയിലേക്ക് നയിച്ചത് കേന്ദ്ര സർക്കാർ കൂടി പറഞ്ഞതുകൊണ്ടാണെന്ന് മുഖ്യമന്ത്രി ഇന്ന് ആ സർക്കുലർ ഉയർത്തിക്കാട്ടി തന്നെ പറയുകയുണ്ടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ജോസഫ് വാഴക്കൻ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഈ ശബരിമല ഇഷ്യൂവിൽ വിശ്വാസം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആണ് BJPയും കോൺഗ്രസും കൂടെ ഒരുമിച്ച് നിൽക്കുന്നത്. BJP അവിടെ കാണിച്ചതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് വാഴക്കൻ ഇവിടെ സംസാരിച്ചിട്ടുണ്ടല്ലോ. വടക്കു നോക്കി യന്ത്രം പോലെയാണ്. വാഴക്കനെ എങ്ങനെ തിരിച്ചും മറിച്ചും ചോദിച്ചാലും BJPക്കെതിരെ ഒരു അക്ഷരം ഉരിയാടാൻ വാഴക്കൻ തയ്യാറാവില്ല. ലാവലിനൊക്കെ എടുക്കാത്ത ചരക്കായി എത്ര കാലം നിങ്ങളുടെ ഗവൺമെൻറ് ഇരുന്നപ്പോൾ അന്വേഷിച്ച് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എന്നെ കളഞ്ഞതല്ലേ? CBI അന്വേഷിച്ച് വകയില്ല എന്ന് പറഞ്ഞ് കളഞ്ഞതല്ലേ? ഓരോ തിരഞ്ഞെടുപ്പും വരുമ്പോൾ നിങ്ങൾ ലാവിന് എടുത്തേണ്ടി വരും. ആ എടുത്തേണ്ടി വന്ന ആ തിരഞ്ഞെടുപ്പിലെല്ലാം നിങ്ങൾ ലാവിന് ഒരു ചന്തയിലും വിൽക്കാത്ത ഒരു സാധനം കൊണ്ട് ഇപ്പോഴും കൊണ്ട് നടക്കുകയല്ലേ? ഇപ്പോഴും ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയനല്ലേ കോടതിയോട് ആവശ്യപ്പെട്ട് നിങ്ങൾ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം, ഡിലേ ചെയ്യരുത്, തൂക്കിക്കൊല്ലാനാണെങ്കിൽ തൂക്കിക്കൊല്ലോ, ഏതെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്തിനും ഡിലേ ചെയ്യുന്നോ? അതിനകത്തൊരു കഴമ്പുമില്ല. CBI നേരത്തെ അന്വേഷിച്ച് കളഞ്ഞ കേസാണ്. ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് പറയാൻ ഒരു ആയുധമായി CBIയെ കൊണ്ട് നടക്കുന്നല്ലാതെ ലാവൽ കേസ് വല്ല വിഷയമുണ്ടോ? ഇല്ലെന്ന് എത്രയോ കാലമായി തീരുമാനിക്കപ്പെട്ടത്. അപ്പം നിങ്ങളുടെ ഒരു സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ പൊതുശത്രു CPM ആണ്. ആൻ്റണി ഒരു മാർക്സിസ്റ്റ് വിരോധിയാണ്. ആ ആൻ്റണിയുടെ അതേ നിലപാട് തന്നെയാണ് നിങ്ങളിവിടെ എടുക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ദേശീയ തെരഞ്ഞെടുപ്പിൽ BJPയെ ശത്രുവായി കണ്ടുള്ളൊരു നിലപാട് നിങ്ങളെടുക്കുമ്പോൾ കേരളത്തിൽ വന്ന് നിങ്ങളെടുക്കുന്ന സമീപനം എന്താ? BJPക്കും RSSനും സംഘപരിവാർ ശക്തികൾക്കുമെതിരായി ശക്തമായ നിലപാട് എടുക്കുന്ന ഇടതുപക്ഷത്തെ CPMനെ തകർക്കാനല്ലേ നിങ്ങളുടെ പരിശ്രമം? അല്ല, ഇവിടെ CPMന്റെയും ഇടതുപക്ഷത്തിന്റെയും മുഖ്യ ശത്രു കോൺഗ്രസും UDFും ആയിരിക്കെ എങ്ങനെ BJPയെ മുഖ്യശത്രുവായി കണ്ട് ഞങ്ങൾ നടപടിയെടുക്കുന്നു, മുന്നോട്ട് പോകുന്നു എന്ന് പറയുവാൻ കഴിയും? ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം അങ്ങനെയാണല്ലോ. ഇക്കാര്യത്തിൽ കോൺഗ്രസിനെയും UDFിനെയും മാത്രം എന്തുകൊണ്ട് കുറ്റം പറയുന്നു നിങ്ങൾ? അതും ഒരു കള്ളപ്രചാരണമാണല്ലോ. അല്ലല്ലോ. ഇവിടെ കോൺഗ്രസിനും BJPക്കും വ്യത്യസ്ത നയമുണ്ടോ? ഒറ്റ നയമല്ല ഉള്ളത്. ഈ മതേതരത്വത്തിൽ വെള്ളം ചേർക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസ് അല്ലേ? നിങ്ങളിപ്പോൾ നോക്ക്, വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞല്ലോ. രണ്ട് കാര്യങ്ങളാണ്. ഉത്തരേന്ത്യയിൽ രാമക്ഷേത്രം, തെക്കേ ഇന്ത്യയിൽ ശബരിമല. ഈ രണ്ട് വിശ്വാസത്തിൻ്റെയും പേര് പറഞ്ഞിട്ടല്ലേ BJPയും കോൺഗ്രസും വോട്ട് പിടിക്കാൻ നടക്കുക. രാമക്ഷേത്രം പണിയുന്നതിൽ കോൺഗ്രസിന് വ്യത്യസ്ത അഭിപ്രായമുണ്ടോ? വാഴക്കൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി റോബർട്ട് അദ്ദേഹം എന്താ പറഞ്ഞത്? ബാബർ മസ്ജിദ് നടത്തി രാമക്ഷേത്രം പണിയണമെങ്കിൽ ഞങ്ങൾ വരണം. ആര്? കോൺഗ്രസ്. BJPന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ പറയുന്നത് എന്താ? കഴിഞ്ഞ തവണ പറഞ്ഞ് നടന്നില്ല, ഇപ്പം വീണ്ടും പറയാണ് രാമക്ഷേത്രം പണിയും. ബാബർ മസ്ജിദ് പൊളിച്ചത് ഞങ്ങളുടെ കാലത്താണ്, കോൺഗ്രസ് ഭരിച്ചപ്പോൾ. അവിടെ രാമക്ഷേത്രം പണിയണമെങ്കിലും ഞങ്ങൾ വരണം എന്ന് പറയുന്ന കോൺഗ്രസും BJPയും തമ്മിൽ എന്താ വ്യത്യാസം? ഇപ്പം ഞങ്ങളിതിനെ രണ്ടിനെയും എതിർക്കുന്നു, അവരുടെ നിലപാടുകളെ എതിർക്കുന്നു. അവരുടെ രണ്ടുപേരുടെയും പൊതുശത്രു ഞങ്ങളാണ്. ഞാനിവിടെ ചോദിക്കുകയാണ്, ശബരിമല ഏറ്റവും അവസാനം ഈ ശബരിമലയുടെ കാര്യത്തിൽ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഈ സർക്കുലർ ആണല്ലോ ഇന്ന് മുഖ്യമന്ത്രി ഞങ്ങൾ കള്ളം പ്രചരിപ്പിക്കുകയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉയർത്തിക്കാട്ടിയത്. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ശബരിമലയിൽ 144 നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് കേന്ദ്ര സർക്കാർ പറഞ്ഞുകൊണ്ടാണോ, കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ആണോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന കാര്യം നിങ്ങളിത് ചോദിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു, അതുകൊണ്ട് ഈ സർക്കുലർ ഞാൻ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സർക്കുലറിലെ ഒരു വാചകം മാത്രം വായിക്കുകയുണ്ടായി. അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണല്ലോ അത്, ഒരു കേന്ദ്ര സർക്കാരിന് അങ്ങനെയേ പറയുവാൻ കഴിയൂ, ആ ഒരു നിർദ്ദേശം അവർ നൽകുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ സർക്കുലറിന്റെ ഒരു വാചകം വായിക്കുകയുണ്ടായി. പക്ഷേ ഈ സർക്കുലർ വായിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല. മാത്രമല്ല 144 നിർദ്ദേശം നൽകേണ്ടത് കേന്ദ്ര സർക്കാർ അല്ലല്ലോ, ഒരു ജില്ലാ കളക്ടറുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണ്. ആ സർക്കുലർ വായിച്ചിട്ട് മഞ്ജുഷിന് എന്താ മനസ്സിലായത്?
ഇതിനകത്ത് സർക്കാർ സംസ്ഥാന ഗവൺമെന്റ് ഒന്നും ചെയ്യേണ്ടെന്നാ വായിച്ചത്. ഒന്നും ചെയ്യണ്ട എന്നല്ല, പക്ഷേ കേന്ദ്ര നിരോധനാജ്ഞ ഗവൺമെന്റ് പ്രഖ്യാപിച്ചുകൊണ്ട് അന്യായ അവിടെ വരുന്ന കാര്യത്തിൽ അല്ലല്ല ആവശ്യപ്പെട്ടത്. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ വരുന്ന ആളുകളെ തടയുക എന്നുള്ള അർത്ഥം അവിടെ ഇല്ല. എന്തായാലും ഇക്കാര്യത്തിൽ ഈ കേരള സർക്കാർ ഇങ്ങനെയുള്ള സുപ്രീം കോടതി വിധി നടപ്പാക്കുവാൻ തീരുമാനിച്ച ഒരു സമയത്ത് ധാരാളം ആക്ടിവിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവർ അങ്ങോട്ട് വരുവാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യം ഈ സർക്കുലറിൽ എന്തായാലും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ സുരക്ഷാ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം എന്ന കാര്യമേ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളൂ. അതുടനെ ഞങ്ങൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് കേന്ദ്ര സർക്കാർ പറഞ്ഞതുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിന് മേൽ എങ്ങനെ ഈ 144 പ്രഖ്യാപിച്ചതിൻ്റെ പിതൃത്വം ആരോപിക്കുവാൻ പറ്റും? അല്ല മഞ്ജുഷ, ഇത്ര നിസ്സാരമായി സില്ലിയായിട്ട് നിങ്ങൾ ഈ പ്രശ്നങ്ങളെ കാണുന്നതിൽ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് സുപ്രീം കോടതി വിധി വന്നപ്പോൾ തന്നെ ഇവിടെ ഈ നാമജപവും BJPയും കോൺഗ്രസും കൂടെ പ്രക്ഷോഭണം തുടങ്ങിയപ്പോൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സംസ്ഥാന ഗവൺമെൻറ്റിനോട് ചോദിച്ചു, നിങ്ങളെക്കൊണ്ട് ഈ വിധി നടപ്പാക്കാൻ സാധിക്കുമോ ഇല്ലേ, അത് ഞങ്ങളുടെ സഹായം വല്ലതും വേണമോ, കേന്ദ്രത്തിൻ്റെ പട്ടാളം അയക്കണമോ? സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞില്ല, ഞങ്ങൾ ആ വിധി നടപ്പാക്കാൻ എല്ലാ നടപടിയും സ്വീകരിക്കുന്ന നടപടി 144 പ്രഖ്യാപിച്ചിട്ടാണോ, അതല്ല കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടാണോ, അതല്ല അവിടെ ലാത്തി കൊണ്ട് ആളുടെ വിരട്ടി ഓടിക്കണമോ, ആക്രമിക്കാൻ വരുന്നവരെ മറ്റേതെങ്കിലും ആയുധം കൊണ്ട് വിരട്ടി ഓടിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ് അധികാരമാണ്. കേന്ദ്ര ഗവൺമെൻറ് മനോഭാവം എന്താണെന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി സംസ്ഥാന ഗവൺമെൻറ്റിനോട് ചോദിച്ചല്ലോ. വിധി നടപ്പാക്കണ്ടെന്നല്ല, നടപ്പാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ലെങ്കിൽ പറയണം, സഹായം വേണമെങ്കിൽ പറയണം. ഞങ്ങൾ പറഞ്ഞു സഹായം വേണ്ട, ഇവിടെ ഈ ഗവൺമെൻറ്റിന് കഴിയുന്ന ആ വിധി നടപ്പാക്കാനായിട്ട് സാധിക്കും. ആ വിധി നടപ്പാക്കാൻ നടപടി സ്വീകരിച്ചു. നിയമവാഴ്ച ഉള്ള ഒരു രാജ്യത്ത് ആ